ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷനിലാണ്. രാവിലെ 6:30 നമ്മൾ യാത്ര ആരംഭിച്ചതാണ്. ഉച്ചയ്ക്കൊരു 3 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ ഇഷ ഫൗണ്ടേഷനിലെത്തി. അവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു 30 രൂപയാണ് നമുക്കവിടെ ഈടാക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ സ്റ്റാച്യൂയിലേക്കുള്ളൊരു വ്യൂ ആണ്. നമുക്കിവിടെ തന്നെ നമുക്ക് ഫുഡ് കോർട്ടുണ്ട്. നമുക്ക് വെജ് ഫുഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കവിടെ ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ വളക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് ആൻറ്റിക് ടൈപ്പുകൾ സാധനങ്ങളും, പിന്നെ നമുക്ക് ഈ പിള്ളേരുടെ കളിക്കുന്ന സാധനങ്ങൾ, ബാഗുകൾ, അതെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ അത് കണ്ടതിന് ശേഷം അവിടുന്ന് നേരെ നമ്മൾ സ്റ്റാച്യൂവിലേക്ക് നടന്നു നീങ്ങി. അവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് അവരുടേതായിട്ടുള്ള കുറച്ച് ഐസ്ക്രീംസ് ഷോപ്പുകൾ അവൈലബിൾ ആണ്. ഞങ്ങൾ കഴിച്ച് നോക്കി, പക്ഷേ ഒരു നോട്ട് വെരി ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇത് കണക്ക് കാളക്കൂട്ടന്മാരെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊടുക്കാം. ഒരെണ്ണത്തിന് നമുക്ക് 50 രൂപയാണ് അവർ ഈടാക്കുന്നത് ആ ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്കും നമ്മൾ നേരെ സ്റ്റാച്യൂവിൻ്റെ ആ ഒരു ഭാഗത്തെത്തും. അവിടെ നമുക്ക് ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടേക്ക് അമ്പലത്തിലേക്ക് കയറി തൊഴുവാവുന്നതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അമ്പലത്തിൻ്റെ അവിടെ പ്രസാദം കിട്ടുന്ന ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് ആ ഒരു വലിയ സ്റ്റാച്യു വരുന്നത്. ആ സ്റ്റാച്യു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അവിടെയും ഒരു ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് നമുക്ക് അവിടുത്തെ രുദ്രാക്ഷവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അവിടെ നമുക്ക് അവിടെ ഒരു 2 അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. അത് കുറച്ച് ദൂരമുണ്ട്. നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം അല്ലെങ്കിൽ 2 കിലോമീറ്ററോളം ഉണ്ട് നിയർ ബൈ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുന്ന് നമുക്ക് ഈ ഒരു കാളവണ്ടിക്കകത്താണ് പോകുന്നത്. അത് ഒരാൾക്ക് നമുക്ക് 10 രൂപയാണ് നമുക്ക് അവിടെ ഈടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടുന്ന് നമുക്ക് കാളവണ്ടിക്കകത്ത് കയറി നമ്മൾ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മളെ എത്തിക്കും. അത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഏകദേശം അവരുടെ കൃഷിയും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അവരുടേതായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ ഇപ്പോൾ അവിടെ മേക്ക് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ വിൽക്കാനായിട്ട് അവരവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോകുന്ന വഴിയിൽ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും. ആൻഡ് ഫൈനലി നമ്മൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനകത്തോട്ട് നമുക്ക് നമുക്ക് പ്രവേശിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെ ഈ അമ്പലത്തിലോട്ട് നമുക്ക് മൊബൈലും കാര്യങ്ങളും പ്രവേശിക്കാൻ പറ്റത്തില്ല. സോ ആ മൊബൈലെല്ലാം നമുക്ക് കൺസേൺഡ് അവിടെ നമുക്ക് കൊടുക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ വെക്കുക. അവിടെ വെച്ചതിന് ശേഷം നമ്മൾ അവിടെ പോയതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വെള്ളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെന്തായാലും എടുത്തേക്കുക. കാരണം ഇവിടെ ഫ്രീ ആയിട്ട് വെള്ളം കിട്ടും. അല്ലാതെ നമുക്ക് ബോട്ടിൽ വെള്ളം വാങ്ങിക്കുന്നതിന് ഒരു ബോട്ടിലിന് അറൗണ്ട് 30 or 40 റുപ്പീസ് വരും നമുക്ക് ഒരു ബോട്ടിൽ വാട്ടറിന്. ഇവരുടെ തന്നെ വാട്ടറാണ്. പുറത്തുനിന്നുള്ള വാട്ടർ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടില്ല. ഇവരുടെ തന്നെ വാട്ടറാണ്. അതിന് നമുക്ക് 30 to 40 റുപ്പീസ് വരും. അതുപോലെ തന്നെ അവിടെ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡും ഉണ്ട്. നമുക്ക് ഈ ബസ്സിൽ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്കിതെല്ലാം കണ്ടിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് തിരിച്ച് പുറത്തോട്ട് കോയമ്പത്തൂരേക്കൊക്കെ പോകാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് തന്നെ അവൈലബിൾ ആണ്. നമുക്ക് പുറത്തോട്ട് ഒരുപാട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇവരുടെ കൃഷിയിടത്തിലേക്ക് തിരിച്ചു പോകുന്ന കാളക്കൂട്ടന്മാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ ഇവർക്ക്. ഒരുപാട് ചോളത്തിൻ്റേതാണെങ്കിലും അങ്ങനെ ഒരുപാട് കൃഷി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഏകദേശം 6:30 നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും എന്താ ഇത്രയും ആൾക്കാർ. നമ്മൾ പോകാൻ നേരത്ത് വളരെ ആൾക്കാർ കുറവായിരുന്നു. കാരണം 7:25 ഇവിടുത്തെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ ഇത്രയും ആൾക്കാർ കൂടിയിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് 7:25 ആ ഒരു ലൈറ്റ് ഷോ തുടങ്ങി. പക്ഷേ ഇത് നിങ്ങൾക്ക് എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നതുകൊണ്ട് അത്രത്തോളം ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും അത് ഡയറക്റ്റ് നിങ്ങളൊന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ല ഒരു രീതിയിലാണ് ആ ഒരു ലൈറ്റ് ഷോ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഒരു ലൈറ്റ് ഷോ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ തന്നെ അവിടുന്ന് ഇത്രയും ദൂരം വന്നേക്കുന്നത്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമുള്ളൊരു ലൈറ്റ് ഷോ ആണ്. ആ ലൈറ്റ് ഷോ കണ്ടതും അവിടുന്ന് അപ്പം തന്നെ മാക്സിമം നേരത്തെ തന്നെ വിട്ടേക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട് നമ്മൾ ലേറ്റായിട്ടാണ് പിന്നെ പോയി വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കട്ട ബ്ലോക്കായിരിക്കും.
നല്ല ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ലൈറ്റ് ഷോ തീർന്ന് അപ്പം തന്നെ അവിടുന്ന് വണ്ടി എടുക്കാനൊരു ഭാഗത്തിന് നിന്ന് കഴിഞ്ഞാൽ എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് കിട്ടും. മാക്സിമം നിങ്ങൾ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം വർക്കിംഗ് ഡേയ്സിൽ വല്ലതും പോകാൻ നോക്കുക. അതാകുമ്പോഴത്തേക്കും ആൾക്കാർ കുറവായിരിക്കും, നമുക്ക് വലിയ ഇഷ്യൂസ് വരത്തില്ല. വീക്കെൻഡ്സ് അങ്ങനെയുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റഷ് ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ലൈറ്റ് ഷോ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ പോയാൽ മതിയായിരുന്നു. എനിക്ക് ക്യാമറയിൽ ചാർജ് ഇല്ലായിരുന്നു എടുക്കാനായിട്ട്, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത്. 1 കിലോമീറ്റർ പോയാൽ മതി മാക്സിമം. ആ റോഡിലോട്ട് ഇറങ്ങി കുറച്ച് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കിട്ടും. അത്യാവശ്യം നല്ല ഫുഡാണ്. അതുമെല്ലാം കഴിച്ച് നമ്മൾ ഏകദേശം ഒരു നൈറ്റ് ഒരു 1:30 ഒക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ വീട്ടിൽ റീച്ചായി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്. താങ്ക് യു.